നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലീഗ്സ് കപ്പിൽ ഇന്റർ മയാമി രണ്ടാം മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിച്ചിരിക്കുന്നു. ലിയോ മെസ്സിക്ക് പരിക്കേറ്റ് പുറത്തു പോവേണ്ടി വന്ന മത്സരം റോഡ്രിഗോ ഡി പോളിൻ്റെ കിടിലൻ പ്രകടനമാണ് മയാമിയെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. കളിയിൽ ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും സെഗോവിയയും ഒക്കെ ആദ്യ 11 ഉണ്ടായിരുന്നെങ്കിലും തുടക്കത്തിൽ തന്നെ മെസ്സിക്ക് പരിക്കേറ്റ് പിൻവാങ്ങേണ്ടി വന്നു. കളിയുടെ 11ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം പരിക്കേറ്റ് പിൻവാങ്ങിയത്. അത് വലിയ തിരിച്ചടിയായിരുന്നു ഇന്റർ മയാമിക്ക് നൽകിയത്. പിന്നാലെ ഡി പോളിൻ്റെ അസിസ്റ്റിൽ നിന്ന് സെഗോവിയ ഗോളടിച്ചു മയാമി മുന്നിലെത്തി. പക്ഷേ ആ സന്തോഷം അധിക സമയം നീണ്ടുനിന്നില്ല. 17ാമത്തെ മിനിറ്റിൽ ഫാൽക്കൺ റെഡ് കാർഡ്, എതിർത്താരത്തിൻ്റെ നീക്കം തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റെഡ് കാർഡ്. തീർച്ചയായിട്ടും വളരെ തെറ്റായ തീരുമാനമായിരുന്നു അത്. വാറ് പോലും അവിടെ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളത് ദുരൂഹമാണ്. റഫറി പല ഘട്ടത്തിലും അങ്ങനെ എതിരെ നിന്നു എന്നതാണ് മഷ്റാനോ അടക്കം കളിക്ക് ശേഷം ഇപ്പോൾ പറയുന്നത്. എന്തായാലും 33ാമത്തെ മിനിറ്റിൽ ബദലോണിയിലൂടെ ഗോൾ മടക്കി നെക്കാക്സ. ഇടവേള സമയത്ത് 1-1 സമനിലയിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. രണ്ടാം പകുതിയിൽ 81ാമത്തെ മിനിറ്റിൽ മോൺട്രിയിലൂടെ ഗോളടിച്ചുകൊണ്ട് നെക്കാക്സ ലീഡെടുത്തു. അവർ വിജയത്തിലേക്ക് പോകും എന്ന് തോന്നിച്ച ഘട്ടമായിരുന്നു അത്. പക്ഷേ മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഡി പോളിൻ്റെ ഫ്രീ കിക്ക്, അത് ആൽബ വലയിലേക്ക് എത്തിച്ചുകൊണ്ട് മത്സരം 2-2 സമനിലയാക്കി. സമനില കഴിഞ്ഞ് പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ട്. അതാണ് ലീഗ്സ് കപ്പിൻ്റെ ഒരു റൂള്. അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിച്ചാൽ 2 പോയിൻ്റ് കിട്ടും. നേരിട്ട് 90 മിനിറ്റ് വിജയിച്ചാൽ 3 പോയിൻ്റ് കിട്ടും. ഏതായാലും ഷൂട്ടൗട്ടിൽ വളരെ തളർന്നിരുന്ന റോഡ്രിഗോ ഡി പോൾ വീണ്ടും വന്നു. അവർക്ക് വേണ്ടി പെനാൽറ്റി അടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഡി പോളും ക്രമാഷിയും ആൽബയും റെഡൻഡോയും സുവാരസുമാണ് മയാമിക്ക് വേണ്ടി പെനാൽറ്റി എടുത്തത്. ആ പെനാൽറ്റികളെല്ലാം ഗോളാവുകയും ചെയ്തു. അതേസമയം ബദലോണിയുടെ പെനാൽറ്റി ഗോളാവാതെ പോയതോടെ നെക്കാക്സ പരാജയപ്പെട്ടു. 5-4 പെനാൽറ്റി വിജയം സ്വന്തമാക്കിക്കൊണ്ട് ഇന്റർ മയാമി 2 പോയിന്റുകൾ നേടിയിരിക്കുകയാണ്. ഏതായാലും ഇതിലെടുത്ത് പറയണം റോഡ്രിഗോ ഡി പോളിൻ്റെ പ്രകടനം. അദ്ദേഹം അധികമൊന്നും ടീമിനോടൊപ്പം ട്രെയിനിങ് പോലും നടത്താതെയാണ് ഈ ഒരു പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം നോക്കുക. ആബ്സല്യൂട്ട്ലി ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. 2 അസിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ വക. മാത്രമല്ല മധ്യനിരയിൽ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് നമ്മൾ കണ്ടു. കൂടാതെ തളർന്നിരിക്കുന്ന ഘട്ടത്തിലും അവസാനം വരെ കളിക്കാനും തയ്യാറായി അദ്ദേഹം ആ പെനാൽറ്റി എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പും ക്വാളിറ്റിയും ഗ്രേറ്റും എല്ലാം വളരെ കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും. അത് തീർച്ചയായിട്ടും ഇന്റർ മയാമിക്ക് ഏറെ ഗുണം ചെയ്തിട്ടുമുണ്ട്. ഈ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ അദ്ദേഹം മുഴുവൻ സമയം കളിച്ചു. 2 അസിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ വക. 80% പാസുകൾ കൃത്യമായിരുന്നു. അതായത് 46 പാസ് കൊടുത്തു, 37 കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ചു. 4 കീ പാസുകൾ, ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട്, 4 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ, 2 സക്സസ്ഫുള്ളായി, 11 ഡ്യുവൽസ് വിൻ ചെയ്തു, 4 ടാക്കിൾസ്. അങ്ങനെ കിടിലൻ പ്രകടനം ഡി പോൾ നടത്തിയപ്പോൾ മെസ്സിയുടെ അഭാവം എന്ന് പറഞ്ഞാൽ പരിക്ക് പറ്റി പുറത്തായതാണ്. മെസ്സി ഇല്ലാതിരുന്നിട്ടും മയാമി ഒടുവിൽ വിജയിച്ച് കയറി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.